ഹലോ സിനിമാ പ്രേമികളെ, വെള്ളിത്തിരയിലെ ഗ്ലാമറും താരസുന്ദരിമാരുടെ ആകർഷകമായ ലുക്കും എപ്പോഴും നമ്മളെ ആകർഷിക്കാറുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ കൂടുതൽ മനോഹരമായി പ്രത്യക്ഷപ്പെടാനും കഥാപാത്രങ്ങളുടെ കൂവിക്കും വേണ്ടി താരങ്ങൾ പലവിധ മേക്ക് ഓവറുകളും നടത്താറുണ്ട്. സിനിമ എന്നത് പൂർണ്ണമായും ഒരു ഗ്ലാമർ ലോകം തന്നെ ആയതുകൊണ്ട് ഇന്ന് കോസ്മെറ്റിക് സർജറികളും പ്ലാസ്റ്റിക് സർജറികളും വളരെ സാധാരണയായി മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത കാലത്തായി വലിയ രീതിയിൽ ചർച്ചയായ വെള്ളിത്തിരയിലൂടെ തങ്ങളുടെ പെർഫെക്റ്റ് ലുക്കിനായി പ്ലാസ്റ്റിക് സർജറിയുടെയോ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റുകളുടെയോ സാഹചര്യം തേടിയ പ്രമുഖ നടിമാരുടെ കൗതുകകരമായ ലിസ്റ്റാണ് ഇന്ന്. ഇതിൽ പലരുടെയും മാറ്റങ്ങൾ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഒന്ന് കാണാം. ആദ്യം തന്നെ മലയാളത്തിലും തെന്നിന്ത്യയിലും വ്യത്യസ്തങ്ങളായ വേഷങ്ങളുടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ ബോൾഡ് നടി മൈഥിലി തന്റെ ചുണ്ടുകളുടെ ലുക്ക് മാറ്റത്തിനായി താരം കോസ്മെറ്റിക് മേക്ക് ഓവർ നടത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, തെന്നിന്ത്യൻ സിനിമകളിൽ ഗ്ലാമർ വേഷങ്ങളിലൂടെയും മികച്ച അഭിനയം കൊണ്ടും ശ്രദ്ധേയയായ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര. കരിയറിന്റെ തുടക്കകാലത്തെ ലുക്കിൽ നിന്നും ഇന്നത്തെ സ്റ്റൈലിഷ് ലുക്കിലേക്ക് മാറാൻ നയൻതാര ചില കോസ്മെറ്റിക് സർജറികളുടെ സഹായം തേടിയിട്ടുണ്ട്. ലൈനോപ്ലാസ്റ്റിയാണ് അതേ ഒന്ന് എന്നാണ് പറയുന്നത്. മലയാളത്തിലൂടെ വന്ന് പിന്നീട് തെന്നിന്ത്യയിലും ബോളിവുഡിലും ഒരുപോലെ അരങ്ങം സൃഷ്ടിച്ച എവർഗ്രീൻ സുന്ദരി അസിൻ തോട്ടുങ്കൽ. അസിനും തന്റെ മുഖത്തിന്റെ ഭംഗി കൂട്ടാൻ ചെറിയ രീതിയിലുള്ള ലിപ് നോസ് സർജറി എല്ലാം നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ ഇതിഹാസ താരം അന്തരിച്ച ശ്രീദേവി. സിനിമയിലെ തന്റെ പെർഫെക്റ്റ് സൗന്ദര്യം നിലനിർത്താൻ മൂക്കിന് പ്ലാസ്റ്റിക് സർജറി ചെയ്ത നടികുമാരി ഏറ്റവും പ്രമുഖ. അടുത്തത് ബോളിവുഡിലും തെന്നിന്ത്യയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന പ്രശസ്ത നടി ശ്രുതി ഹാസൻ. താൻ മൂക്കിനും ചുണ്ടിനും സർജറി ചെയ്തിട്ടുണ്ടെന്ന കാര്യം തുറന്നു പറയാൻ മടിക്കാത്ത താരം. വ്യത്യസ്തങ്ങളായ വേഷങ്ങളിലൂടെ ബോളിവുഡിൽ തന്റേതായ ഇടം കണ്ടെത്തിയ പ്രിയ നടി കങ്കന റവാത്ത്. തെന്നിന്ത്യയിലെയും ബോളിവുഡിലെയും ക്യൂട്ട് നായിക കാജൽ അഗർവാൾ. കാജലും തന്റെ കരിയറിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഫേഷ്യൽ സർജറിയുടെ സഹായം തീർച്ചയായും തേടിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ നോക്കൂ. തിരക്കുറ്റ കഥാപാത്രങ്ങളിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധേയയായ താരം തപ്സി പന്നു. റോമിയോ ജൂലിയറ്റ് ഉൾപ്പെടെയുള്ള തമിഴ് ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കും സുപരിചിതയായ നടി പൂനം ബജ്വ. തെന്നിന്ത്യൻ സിനിമകളിലെ എക്കാലത്തെയും പ്രിയ നായിക, ഇപ്പോഴും ഗ്ലാമർ നിലനിർത്തുന്ന ശ്രീയ ശരൺ. തെന്നിന്ത്യയിൽ വമ്പൻ ഹിറ്റുകളിലൂടെ തിളങ്ങുകയും മലയാളത്തിൽ ലാലേട്ടനൊപ്പം അഭിനയിക്കുകയും ചെയ്ത ഗ്ലാമർ സുന്ദരി തൃഷ കൃഷ്ണൻ. ലുക്കിന് പിന്നെ കോസ്മെറ്റിക് സർജറി ഉണ്ട്. ഇനി ബോളിവുഡിലെ സ്റ്റൈൽ ഐക്കൺ പവർഫുൾ നായിക കരീന കപൂർ. തന്റെ ലുക്കിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ കരീനയും സർജറികളുടെ സഹായം ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്ലോബൽ തലത്തിൽ ഇന്ത്യയുടെ പെരുമോയ് ഉയർത്തിയ സൂപ്പർ താരം പ്രിയങ്ക ചോപ്ര. പ്രിയങ്ക തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ചെയ്ത മൂക്കിന്റെ സർജറിയെ കുറിച്ച് പരസ്യമായി തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്. ബോളിവുഡിലെ മുൻനിര നായികയും വിരാട് കോഹ്ലിയുടെ പങ്കാളിയുമായ അനുഷ്ക ശർമ്മ. അനുഷ്ക തന്റെ ചുണ്ടുകൾക്ക് ചെയ്ത കോസ്മെറ്റിക് സർജറി ഒരു കാലത്ത് വലിയ വാർത്തയായിരുന്നു. അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. ഒടുവിലായി ഫിറ്റ്നസ് കൊണ്ടും യോഗ കൊണ്ടും ഇന്നും പ്രായത്തെ തോൽപ്പിക്കുന്ന സൗന്ദര്യവുമായി നിൽക്കുന്ന എവർഗ്രീൻ താരം ശില്പ ഷെട്ടി. ശില്പയും തന്റെ മൂക്കിന് സർജറി ചെയ്താണ് ഇന്നത്തെ ഈ പെർഫെക്റ്റ് ലുക്ക് സ്വന്തമാക്കിയത്. അതേ സുഹൃത്തുക്കളെ, പ്രേക്ഷകർക്ക് മുന്നിൽ എപ്പോഴും തങ്ങളുടെ ഏറ്റവും മികച്ചതും മനോഹരവുമായ ലുക്ക് എത്തിക്കുവാൻ വേണ്ടി താരങ്ങൾ നടത്തുന്ന ഈ കോസ്മെറ്റിക് മേക്ക് ഓവറുകൾ തികച്ചും അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. എന്നിരുന്നാലും ഈ ലിസ്റ്റിൽ ആരുടെ മാറ്റമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്, അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു മേക്ക് ഓവർ ഇക്കൂട്ടത്തിലുണ്ടോ? അത് താഴെ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. സിനിമ, സീരിയൽ, ചാനൽ ലോകത്തെ ഇതുപോലുള്ള ചൂടൻ പേസ്ട്രി വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷനും അപ്പോൾ അറിയാൻ ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഫോളോ ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.